വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. വലിയൊരു സബ്ജക്റ്റ് ആണിത്. ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. സോ കണ്ടൻസിലോട്ട് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതാണ് 4 ബ്ലോക്കുകൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. സോ ഇതിൽ നിന്നൊരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിയറി ചോദ്യങ്ങൾ 3 പാർട്ടിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ഇവിടെ നിന്ന്. ദെൻ നെക്സ്റ്റ് ഹോൾഡിംഗ് കമ്പനിയാണ്, ദെൻ ലിക്വിഡേഷൻ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ 4 ടോപ്പിക്സ് ആണ് വരുന്നത്, 4 ബ്ലോക്കുകൾ. ഇതിൽ 3 പ്രോബ്ലം ടോപ്പിക്സ് ആണ്. നമ്പർ 1 അമാൽഗമേഷൻ, നമ്പർ 2 എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി, നമ്പർ 3 ലിക്വിഡേഷൻ. അപ്പോൾ ഈ 3 എണ്ണത്തിൽ 2 ക്വസ്റ്റ്യൻസ് എസ്സേക്ക് പ്രോബ്ലംസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിൽ 2 എണ്ണം, അതിപ്പോൾ അമാൽഗമേഷൻ ആവാം, അതിൻ്റെ കൂടെ ലിക്വിഡേഷൻ ഇടാം, അതല്ലെങ്കിൽ അമാൽഗമേഷൻ ഹോൾഡിംഗ് കമ്പനി ഇടാം. 3 എണ്ണല്ലേ ഉള്ളൂ ആ കൂടിയിട്ട്. അപ്പോൾ ആ 3 എണ്ണത്തിൽ 2 എണ്ണം ഷുവറാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എസ്സേക്ക് തിയറി ടോപ്പിക്സ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നിന്ന് തിയറി കമ്പൽസറി. ലാസ്റ്റ് ബ്ലോക്ക് ഒരു തിയറി ചോദ്യം ഉണ്ടായിരിക്കും. ദെൻ മറ്റൊരു തിയറി എന്ന് പറയുന്നത് ഓൾറെഡി പ്രോബ്ലം ആയിട്ടുള്ള ടോപ്പിക്സിന്റെ തന്നെ തിയറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോൾഡിംഗ് കമ്പനിക്ക് നമുക്ക് പ്രോബ്ലം ഒരെണ്ണുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് 15 മാർക്കിന്റെ സ്കോപ്പുള്ളൊരു ചോദ്യമുണ്ട്. അതല്ലാതെ കണ്ട് ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ പ്രൊസീജിയേഴ്സ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ പ്രോബ്ലത്തിന് പകരം അത് തിയറി ഇടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമാൽഗമേഷന് ഒരു എസ്സേ പ്രോബ്ലവും പിന്നെ ലിക്വിഡേഷനിൽ നിന്ന് ഒരു എസ്സേ പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ ദെൻ പിന്നെ HRA ഒരു തിയറി, മറ്റൊരു തിയറി ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് ഇടാം. ഇനിയിപ്പോൾ അതിന് പകരം ഈ പറയുന്ന അമാൽഗമേഷനിൽ നിന്നൊരു പ്രോബ്ലം ഇട്ടു, ദെൻ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് ഇട്ടാൽ ലിക്വിഡേഷനിൽ നിന്നാവാൻ തിയറി വരാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പ്രോബ്ലം ടോപ്പിക്ക് ഉള്ള ബ്ലോക്ക് തന്നെ തിയറിക്കും അവിടെ സ്കോപ്പ് ഉണ്ട്, ആ ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ തിയറി. അപ്പോൾ ഇങ്ങനെ എസ്സേയുടെ ഡീറ്റെയിൽസ് ഇതാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പ്രോബ്ലം ഫോക്കസ് ചെയ്യുക, അല്ലാത്തവർക്ക് ഇപ്പോൾ തിയറി, ഇപ്പോൾ HRAയുടെ തിയറി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഒരു തിയറി ടോപ്പിക്കും കൂടി ഫോക്കസ് ചെയ്താൽ എസ്സേ കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒരു തിയറി അങ്ങനെയാണെങ്കിലും കിട്ടും. ഓക്കെ, കാരണം എസ്സേ ഫോക്കസ് ചെയ്ത് നമുക്ക് എസ്സേ മുഴുവൻ കിട്ടിയില്ലെങ്കിലും 2 എണ്ണം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തൊരു 15 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ രണ്ടും കൂടിയിട്ട് അവിടെ പാസ് മാർക്കിൻ്റെ അടുത്ത് എത്തി. അതുകൊണ്ടാണ് ഞാൻ എസ്സേയുടെ കാര്യം ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലോട്ടും ഓരോ യൂണിറ്റിലോട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് കിടക്കാം. ആദ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ബേസ് ആണ്, നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, എൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, എഗെയിൻ 2 മാർക്സ് തിയറിക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നും ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. ഇനി ഇതിലുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ASB എന്താണെന്നുള്ളതാണ്. അപ്പോൾ ASBയുടെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിക്കാൻ സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതിൻ്റെ ഫങ്ഷൻസ്, ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഇനി നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു എസ് ഐ ടോപ്പിക്കാണ്. ബട്ട് ഞാനിത് എസ് സിക്ക് ഇങ്ങനെ വരാണെങ്കിൽ ഞാനത് നിർഭാഗ്യവശാൽ എന്നാ പറയുള്ളൂ. കാരണം എസ് സിക്ക് വരാണെങ്കിൽ നമുക്ക് ഈ മിനിമം ഒരു 10-15 എണ്ണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ചുരുക്കി എഴുതേണ്ടതായിട്ട് വരും. എസ് സി സ്കോപ്പുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. ബട്ട് അത് വരാണെങ്കിൽ അത് എഴുതേണ്ടതേ ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയധികം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത് ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ആ പരിപാടിക്ക് പോകുക. അതല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നും ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നും പിന്നെ ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് ഈ കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. ഈ പറയുന്ന കാര്യം എസ് സിക്ക് ഞാൻ വീണ്ടും പറയണു, എസ് സിക്ക് സ്കോപ്പുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ദെൻ നെക്സ്റ്റ് 5 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമാണ് ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻഡേസ് എന്ന് പറയുന്നത്. വീണ്ടും ചോദിക്കുമെന്നുള്ള അറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കോളൂ. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻഡേസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാർട്ട് എക്കും ബിക്കും സ്കോപ്പുള്ള ചോദ്യങ്ങൾ തരുന്ന ഒരു യൂണിറ്റ് ആണ് ആദ്യത്തെ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് IFRS ആണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS എന്താണ്? 2 മാർക്കിന്റെ തിയറി ഈ ചോദ്യത്തിലേക്ക് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ 5 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് IFRS. എന്തായാലും പഠിച്ചു വയ്ക്കേണ്ടതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കൺവേർജൻസ് ഉണ്ട്, IFRS കൺവേർജൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് 2 മാർക്ക് ചോദ്യമാണ്. പിന്നെ അതിൻ്റെ സ്കോപ്പാണ് വരുന്നത്. ബെനഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇതല്ലാതെ കണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്സിന് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇതെന്തായാലും പഠിക്കാം. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എസ് സിക്ക് ഇടുമോ എന്നുള്ളത് അറിയില്ല. 15 മാർക്സിൻ്റെ ചോദ്യത്തിന് വേണമെങ്കിൽ അതും ചോദിക്കാം. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അതും എഴുതാനുള്ള കണ്ടൻസ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കാര്യങ്ങൾ പഠിച്ചാൽ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് യൂണിറ്റിലെ IFRS എന്താണ്, പിന്നെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം നോക്കണം എന്തായാലും. ദെൻ പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അഗെയിൻ 5 മാർക്സ് ചോദ്യങ്ങൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ആണ് ഇത്. ഓക്കെ, IFRS കൺവേർജൻസിൻ്റെ കൺസെപ്റ്റ് നോക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഇനി മറ്റൊരു വലിയ ടോപ്പിക്കാണ് അമാൽഗമേഷൻ. നമ്മുടെ ബുക്കിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യനൊക്കെ കൊടുത്തത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്താണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ. ഇതൊക്കെ 2 മാർക്കിൻ്റെ തിയറിയിലേക്ക് നോക്കുക. ദെൻ അതിനുശേഷം ടേമുകൾ കുറച്ചുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ തിയറി. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ, അത് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം. അതല്ലെങ്കിൽ ഇത് ഒരു 5 മാർക്സിൻ്റെ ജസ്റ്റ് ചോദ്യമായിട്ടും ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഈ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എസ്സേ ഇട്ടേ. അതല്ലാണ്ട് വലിയ എസ്സേ ഇടാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ളത് തിയറി ആയിട്ടും ചോദിക്കാം. സാധാരണ അത് തിയറിക്ക് 5 മാർക്കിനുള്ള സ്കോപ്പേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ പർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. എസ്സേക്ക് ഞാൻ ഇതിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട്, ഫുൾ പ്രോബ്ലം എന്തായാലും പഠിച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു ഫുൾ പ്രോബ്ലം വലിയത് എൻട്രീസൊക്കെ പഠിച്ച് ഒരു ഫുൾ പ്രോബ്ലത്തിനുള്ള സ്കോപ്പ് ഉണ്ടായിട്ട് അവരാകെ കൂടിയിട്ട് ജസ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സ്കോപ്പുള്ളൊരു ചോദ്യം ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫുൾ പ്രോബ്ലം വരാം. അപ്പോൾ അതെന്തെങ്കിലും പഠിക്കണം കേട്ടോ. അപ്പോൾ അതിന് എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തിയറി ഉണ്ട്. ഇതും തിയറിക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഏരിയ ആണ്. അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട്, മെർജറും ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ എന്ന് പറയാൻ സാധിക്കുക? അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടോ ഈ 3-4 പോയിന്റ്. അതുപോലെ തന്നെ പർച്ചേസിന്
അപ്പോൾ അത് കണ്ടീഷൻസ് അമാൽഗമേഷൻ ദി നേച്ചർ ഓഫ് മെർജറിൻ്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്സിലേക്ക് തിയറി. പിന്നെ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് അമാൽഗമേഷൻ, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഉണ്ട്, പർച്ചേസ് മെത്തേഡ് ഉണ്ട്. ഇതെന്താണെന്നുള്ള 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ ആ രീതിയിൽ 2 മെത്തേഡിൻ്റെ തിയറി എന്തായാലും നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് പറയാനുള്ള. എൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻസ് ഇതും ചോദിക്കാം 5 മാർക്സിന്. ഡിഫറൻസ് ബിറ്റ്വീൻ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് പർച്ചേസ് മെത്തേഡ്. തിയറി എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് 15 മാർക്കിൻ്റെ ഒരു SC ടോപ്പിക്ക്. അതിനുശേഷം അതിന് ഫുൾ പ്രോബ്ലം ആണ്, അത് വേറെ പറയേണ്ട ആവശ്യമില്ല. വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം. പിന്നെ എന്താണ് അമാൽഗമേഷൻ, എന്താണ് അബ്സോർപ്ഷൻ, തിയറി. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ് അതിൻ്റെ മെത്തേഡ്സ്, അതിൽ മെർജറിൻ്റെ കണ്ടീഷൻസ് നോക്കുക. പിന്നെ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡും അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ല, അത് നോക്കുക. അപ്പോൾ ഇത് വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണത്, കാരണം SC ടോപ്പിക് ആണല്ലോ. പിന്നെ തിയറിക്കും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ബ്ലോക്ക് 1 ഒരു SC ടോപ്പിക്ക് ഞാൻ അമാൽഗമേഷൻ എന്നാണ് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി അവരത് മാറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിക്കുമെന്ന് അറിയില്ല. ഈ 2 ടോപ്പിക്കുകളാണ് ബ്ലോക്ക് 1 SCക്ക് സ്കോപ്പുള്ള ടോപ്പിക്കുകൾ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരാണെങ്കിൽ ഞാൻ പറയില്ല, സജസ്റ്റ് ചെയ്യില്ല ഞാൻ, കാരണം അതും ഇത്രയധികം പഠിച്ച് അവസാനിപ്പിക്കാനുണ്ട്. അമാൽഗമേഷൻ എന്നൊരു ടോപ്പിക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് സ്കോപ്പ് ഉള്ളത് ഇതൊക്കെയാണ്. അമാൽഗമേഷനിൽ നിന്ന് എന്തായാലും വരും തിയറി ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ യൂണിറ്റ് നമ്പർ 1 നിന്നും ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നോക്കി വയ്ക്കണം, എന്തായാലും വരും. ഓക്കെ, നെക്സ്റ്റ് ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയിൽ നമുക്ക് SC കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു SC പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ തന്നെ തിയറിക്കുള്ള സ്കോപ്പാണ് പിന്നെ വരുന്നത്, ഇതിൻ്റെ പ്രിപ്പറേഷൻ തിയറി ആയിട്ട്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്താണ്, 2 മാർക്കിൻ്റെ തിയറി നോക്കണം. ഇതൊക്കെയാണ് നോക്കണ്ടേ. എന്താണ് ഹോൾഡിംഗ് കമ്പനി, എന്താണ് സബ്സിഡിയറി കമ്പനി, മൈനോറിറ്റി ഇൻട്രസ്റ്റ് തിയറിക്ക് നോക്കണം. പിന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, നിർബന്ധമായും നോക്കേണ്ടതാണ്. പിന്നെ ഫുൾ പ്രോബ്ലം പഠിക്കണം. ഈ പറയുന്ന പാർട്ട്ലി ഓൺഡ്, അതുപോലെ ഫുള്ളി ഓൺഡ്, അതാണ് ഈ പറയുന്ന സബ്സിഡറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി കൺസെപ്റ്റ്. പിന്നെ ഇതിൽ തിയറിക്ക് ടൈപ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. 5 മാർക്കിൻ്റെ ഇപ്പോൾ അഡ്വാൻറ്റേജസ്, ഹോൾഡിംഗ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് അതിന് സ്കോപ്പ് ഉള്ളതാണ് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി നോക്കി വെച്ചോളൂ. ദെൻ SC ടോപ്പിക്സ് എന്ന് പറയണത് ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. ഇതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെ 2 മാർക്കിൻ്റെ മറ്റൊരു തിയറിയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, ഗുഡ് വില്ല് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ് തിയറിക്ക്. പിന്നെ ഇതാണ് SCക്കുള്ള ടോപ്പിക് കേട്ടോ. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ് തിയറി നോക്കണം. ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നൊരു ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഇപ്രാവശ്യം. പ്രോബ്ലം എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അങ്ങനെ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ഇത്, അപ്പോൾ പ്രോബ്ലത്തിലേക്ക് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറയുന്നത്. തിയറി വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രിപ്പറേഷൻ, ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് പ്രൊസീജിയർ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കാരണം 2 SC അല്ലേ പ്രോബ്ലം ഇടാൻ പറ്റുള്ളൂ, 2 തിയറി ഇടണമല്ലോ. അപ്പോൾ തിയറി ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിൽ നിന്നൊരു തിയറി ഇടും, അതല്ലാണ്ട് ഒരു തിയറിയും കൂടി ഇടണമെങ്കിൽ പ്രോബ്ലം മാറ്റിയിട്ട് പിടിക്കണം. അപ്പോൾ അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല, സ്കോപ്പുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് പ്രോബ്ലം കേട്ടോ, കംഫർട്ടബിൾ ആയുള്ളൊരു SC തന്നെ ആയിരിക്കും, ഇല്ലാണ്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് സിമ്പിൾ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇനി നെക്സ്റ്റ് ലിക്വിഡേഷനാണ്. അപ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞു ലിക്വിഡേഷനിൽ നിന്നാവാം പ്രോബ്ലം, ലിക്വിഡേഷനിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് എന്നായിരിക്കും ഇപ്പോൾ തിയറി ചോദിക്കുക. അതല്ല ഇങ്ങനെ ഉൾട്ടായിരിക്കും, ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചാൽ ഇതിൽ നിന്ന് തിയറിക്ക് സ്കോപ്പ് ഉണ്ട്. ലിക്വിഡേഷനാണ്. അപ്പോൾ എന്താണ് ലിക്വിഡേഷൻ, നിർബന്ധമായും തിയറി നോക്കണം. ദെൻ നെക്സ്റ്റ് ഇൻസോൾവൻസി ലിക്വിഡേഷൻ തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്ക് ചോദ്യം. അതിന് ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് ഉള്ളത്. ഇമ്പോർട്ടൻസ് ഉണ്ട്, മെത്തേഡ്സ് ഓഫ് ലിക്വിഡേഷൻ ഉണ്ട്. ഇമ്പോർട്ടൻസ് 5 മാർക്സിലേക്ക് സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ദെൻ 2 മാർക്ക് ചോദ്യമാണ് കമ്പൽസറി ലിക്വിഡേഷൻ എന്താണെന്നുള്ളത്.
പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയേഴ്സ് വലിയ ടോപ്പിക്കായിട്ട് ചോദിക്കാൻ ഉള്ളത് അത്രയ്ക്ക് ഇല്ല. ഓക്കെ, എത്ര പോയിന്റ് ഉണ്ട്? ഒരു 10 പോയിന്റ് ഉണ്ട്. ഇനിയിപ്പോൾ മാറ്റി പിടിക്കുമെന്ന് അറിയില്ല. പ്രൊസീജിയർ ഓഫ് ലിക്വിഡേഷൻ, ഇനീഷ്യേഷൻ, അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ വേറൊരു ചോദ്യം ഇല്ലെങ്കിൽ എടുത്ത് ചോദിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. 10 പോയിന്റ് ഉണ്ട്. എസ്സേക്ക് എടുത്ത് പിടിച്ചിടുമെന്ന് അറിയില്ല. വേറെ ചോദ്യം ഇല്ലെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്തായാലും അത് നോക്കണം. എന്തായാലും പ്രൊസീജിയർ ഓഫ് ലിക്വിഡേഷൻ എന്ന് പറയണത്. ഓക്കെ, കാരണം കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തിയറിക്ക് പകരം അവിടെ പ്രോബ്ലം ചോദിച്ചാൽ പിന്നെ ഇവിടെ തിയറിക്ക് സ്കോപ്പ് ഉള്ളത് പ്രൊസീജിയർ ഓഫ് ലിക്വിഡേഷൻ ആണ് എസ്സേക്ക് കേട്ടോ. ദെൻ ലിസ്റ്റ് ബി എന്താണെന്നുള്ളത് നോക്കിയോളൂ കേട്ടോ. കോൺട്രിബ്യൂട്ടറിനെ പറ്റിയിട്ടുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല. ലിസ്റ്റ് ബി തിയറിക്ക് നോക്കണം. ഇനി ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ്? 2 മാർക്കിൻ്റെ തിയറി ചോദ്യം. ദെൻ നെക്സ്റ്റ് ലിക്വിഡേറ്റർ ആരാണ് നോക്കണം. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട് എന്താണ്? ലിസ്റ്റ് എച്ച് നോക്കണം. 2 മാർക്ക് ചോദ്യം. ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 2 ടൈപ്പ് പ്രോബ്ലം. ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ഒരു ഇട്ടിട്ടുള്ളൂ, ബട്ട് അതാണ് എസ്സേ ടോപ്പിക് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ലിമിറ്റേഷൻ. 2 മാർക്ക് നോക്കാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് പറയാനുള്ള. ഇനി നെക്സ്റ്റ് 2 മാർക്കിൻ്റെയിലേക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016 എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യമാണ്, നോക്കി വയ്ക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്സ് സ്കോപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ഇതിലിപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് IBBI, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി ബോർഡ് ഓഫ് ഇന്ത്യ. ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കാമെന്ന് അറിയില്ല അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ 5 പോയിൻറ്റ്സ് ടൈമിൻ്റെ ബേസിൽ നോക്കാം. പിന്നെ IBBയുടെ ഫങ്ഷൻസ് റെസ്പോൺസിബിലിറ്റീസ് വീണ്ടും ഇടാനുള്ള സ്കോപ്പ് കുറവാണ്. കൂടുതൽ ഞാൻ എന്തായാലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പറയൂ കേട്ടോ. എന്തായാലും ബേസിക് ക്വസ്റ്റ്യൻസ് ഈ തിയറി നോക്കണം. IBBI അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സ്കോപ്പ് നോക്കി വെച്ചോളൂ. പിന്നെ ഇതിൽ കോർപ്പറേറ്റ് ഇൻസോൾവൻസി എന്താണ്? 2 മാർക്ക് ചോദ്യം. അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലേക്കുള്ള ഒരു ടോപ്പിക്കാണ് റോൾ ഓഫ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി, IPAസിൻ്റെ റോൾ കേട്ടോ. 5 മാർക്സ്. അതാണ് മെയിനായിട്ട് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 4. 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു യൂണിറ്റാണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്? പഠിക്കണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ഇതാണ് എസ്സേ ടോപ്പിക് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. കാരണം എസ്സേക്ക് ഉള്ള പോയിന്റ്സ് ഉണ്ട് കണ്ടോ, 15 പോയിന്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെയിലേക്കും സ്കോപ്പ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ്സോ അഡ്വാൻറ്റേജസോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്സിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് ആ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻസ്. എസ്സേക്ക് ഒബ്ജക്റ്റീവ്സോ അഡ്വാൻറ്റേജസോ 5 മാർക്ക്. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ യൂണിറ്റിൽ പഠിച്ച് പോവുകയാണെങ്കിൽ ഭാഗ്യം 20 മാർക്ക് ഒറ്റയടിക്ക് അടിക്കാൻ പറ്റും. ഇമ്പോർട്ടൻസ് എസ്സേക്കും ഒബ്ജക്റ്റീവ്സോ അഡ്വാൻറ്റേജസിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറിയും വരാണെങ്കിൽ, ഞാനല്ല പേപ്പർ ഇടണം, ഞാൻ വീണ്ടും പറയാം, എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. വരാണെങ്കിൽ ഒറ്റയടിക്ക് 20 മാർക്സ് ഒരൊറ്റ യൂണിറ്റ് പഠിച്ചാൽ കിട്ടുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെത്തേഡ്സ് ആൻഡ് മോഡൽസ് ഓഫ് HRA ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമല്ല, ഒരുപാട് പഠിക്കാണ്ട് എന്നിട്ടാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ചോദ്യങ്ങൾ വരും. നേരെ കുറച്ച് യൂണിറ്റ് നമ്പർ 1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുള്ളൂ. അതിന് ഇട്ടാൽ അപ്പോൾ കുറച്ച് പഠിച്ചാൽ തന്നെ ഇന്ന് ചോദ്യങ്ങൾ എന്തെങ്കിലും ഇടാണ്ടിരിക്കില്ല. ഇട്ട് ഇടണത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ. 3 ടോപ്പിക്ക് പഠിച്ചാൽ ചിലപ്പോൾ അതിന് 20 മാർക്സ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രത്യേകത. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് HR ആണ്. കോസ്റ്റ് ബേസ്ഡ് ഉണ്ട്, വാല്യൂ ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിക്കും. കോസ്റ്റ് ബേസ്ഡ് മെത്തേഡിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് ഉണ്ട്. പല അപ്രോച്ചസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് 5 മാർക്സിലേക്ക് സ്കോപ്പ് ഉള്ളതാണ്. കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പിന്നെ കണ്ടോ അത് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, അപ്പോൾ
എല്ലാ മെത്തേഡും എന്താണെന്ന് നോക്കി വയ്ക്കുക. 2 മാർക്കിൻ്റെയിലേക്കൊക്കെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കും ഒരെണ്ണം 5 മാർക്കും വരും. അതാണ് ഇതിൽ നിന്ന് ഞാൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്രോച്ച്, പ്രസന്റ് വാല്യൂ അപ്രോച്ച്, ഇത് മോഡലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യക്കേടുകൊണ്ട് ഈ മെത്തേഡ്സും മോഡലും എക്സാമിന് തിയറി SCക്ക് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലാത്ത ഇടപാടാണ്. കാരണം അതിനും ഉള്ള സ്കോപ്പ് ഉണ്ട് ഇതിൽ. ഡിസ്ക്ലോഷർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കീ ഏരിയാസ് ഓഫ് ഡിസ്ക്ലോഷർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ, 5 മാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ ലാസ്റ്റ് ഒബ്ജെക്ഷൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഉണ്ട്. അഗെയിൻ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഒബ്ജെക്ഷൻസ്, നോക്കി വെച്ചോളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ ഒബ്ജെക്ഷൻസ് 5 മാർക്സ് ചോദ്യമാണ്. പിന്നെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് 2 മാർക്കിനും 5 മാർക്കിനും വരാം. അപ്പോൾ ഞാൻ ഹൈ മാർക്സിലോട്ട് പോകുന്ന കുട്ടികൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് ഞാൻ എടുത്തു പറഞ്ഞ. കാരണം നമുക്ക് അത്രത്തോളം ചോദ്യങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് 2 മാർക്സിൻ്റെയിലേക്ക് 8 ചോദ്യങ്ങൾ തരുന്നുണ്ട്, 5 മാർക്കിലേക്ക് 8 എണ്ണം തരുന്നുണ്ട്, 8 16 4 20 ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ആ കൂടി 4 ബ്ലോക്കുള്ളോ അല്ലേ? അപ്പോൾ ചോദ്യങ്ങളെല്ലാത്തിൽ നിന്നും ഒരുപാട് ഒരു വെതറിയിട്ട് തരും. അപ്പോൾ അതിനുള്ള സ്കോപ്പുള്ള എന്തുണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, അത് എങ്ങനെയാണെന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് സ്മാർട്ട് അപ്രോച്ചിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതെങ്ങനെ പറ്റും ഞാൻ പറഞ്ഞു. യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 4ൻ്റെ പ്രത്യേകത 3 ടോപ്പിക്സ്, 2 ചോദ്യങ്ങൾ വന്നാൽ 20 മാർക്ക്. ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് നമ്പർ 1 അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുക. ഇനി വന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ വരരുത്, സ്കോപ്പ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. യൂണിറ്റ് നമ്പർ 2ൻ്റെ പ്രത്യേകത മെത്തേഡ്സ് മോഡൽസ് ഒരുപാടുണ്ട്. വരും 2 മാർക്കിൻ്റെ ഒരു മെത്തേഡ്, 5 മാർക്കിൻ്റെ ഒരു മെത്തേഡ്, പിന്നെ ഒബ്ജെക്ഷൻസ്, അതുപോലെ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞില്ല അത്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്നവർ യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 4 ആദ്യം ഒന്ന് പഠിച്ചു വെച്ചോളൂ. ദെൻ പിന്നെ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിയറിയിൽ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ പ്രോബ്ലം അമാൽഗമേഷൻ ഒരുപാടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് 2 മാർക്സ് 5 മാർക്സിലേക്ക് നമുക്ക് കംഫർട്ട് തരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് തിയറികൾ നോക്കി വയ്ക്കുക. ഞാൻ പറഞ്ഞിട്ടായിരുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതിൻ്റെ ബേസിക് തിയറി, ASBനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, IFRS എന്താണ് അതിൻ്റെ ബേസിക് തിയറി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ഏകദേശം ഒരു 2 ചോദ്യങ്ങൾ, ചിലപ്പോൾ 3 എണ്ണം വരെ കിട്ടും ഈ 2 യൂണിറ്റിൽ നിന്നും കൂടിയിട്ട്. അപ്പോൾ 10 മാർക്ക്, പിന്നെ 2 മാർക്കിൻ്റെ 2 എണ്ണമൊക്കെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ അപ്പോൾ ഏകദേശം ഒരു 20 മാർക്ക് ഈ 2 യൂണിറ്റിൽ നിന്ന് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ essay അമാൽഗമേഷൻ പഠിച്ചു കഴിഞ്ഞവർ തകർക്കുക. ദെൻ പിന്നെ ഹോൾഡിംഗ് കമ്പനിയും ലിക്വിഡേഷനാണ്. ഈ 2 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ മറ്റേതിൽ നിന്ന് തിയറി ഓടാം essayക്ക്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നാണ് essay ടോപ്പിക്ക് പ്രോബ്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ ലിക്വിഡേഷനിൽ നിന്ന് തിയറി ആവും വരിക. അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെയാണ് സാധ്യത, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓക്കെ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ പ്രൊസീജിയർ തിയറി നോക്കുക, അതിൻ്റെ പ്രോബ്ലം നോക്കുക. ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം പഠിച്ച് കഴിയാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തിയറിയും ഇതിൻ്റെ ലിക്വിഡേഷൻ്റെ തിയറിയും ഉണ്ട്. അത് രണ്ടും നോക്കി വയ്ക്കുക. ഏതെങ്കിലും പറഞ്ഞാൽ തിയറിയെങ്കിലും അടിക്കും. പ്രോബ്ലം എന്തായാലും നോക്കുക. പ്രോബ്ലം കഴിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യും, അത് പരമാവധി കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഭൂരിഭാഗം. ഗോഡ്സ് ഗ്രേസ് വന്നാൽ അപ്പോൾ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ഇൻ ടൈമിൽ പരിപാടികളൊക്കെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നത് ഒരു വലിയ പേപ്പറാണ്, നമ്മളിതിനെ ചുരുക്കി തരാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിലുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഭൂരിഭാഗവും കവർ ചെയ്ത് പോവുക. ഒന്ന് പാസ്സായാൽ മതി. ഒന്നും കഴിയാഞ്ഞിട്ടില്ലെങ്കിലാണ് ഞാൻ
ഈ ഓർഡറിൽ പഠിച്ചു പോകാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഷുവർ ക്വസ്റ്റ്യൻസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.